അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം തുടങ്ങി ആ 32-ാമത്തെ ശ്ലോകത്തിൽ ആരംഭിച്ച് 41-ാമത്തെ ശ്ലോകം വരെ ആണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. സുദർശന ഉവാച ഭവിതവ്യം ഭവത്യേവ നാത്ര കാര്യാ വിചാരണ ആദേശാശ്ച ജഗന്മാതുർഗച്ഛാമ്യദ്യ സ്വയംവരേ മാ ശോകം കുരു കല്യാണി ക്ഷത്രിയാസി വരാനനേ ന ബിഭേമി പ്രസാദേന ഭഗവത്യാ നിരന്തരം. വ്യാസ ഉവാച ഇത്യുക്ത്വാ രഥമാരുഹ്യ ഗന്ധുകാമം സുദർശനം ദൃഷ്ട്വാ മനോരമാ പുത്രമാശിർഭിശ്ചാന്വമോദയൽ അഗ്രതസ്തേംബികാ പാതു പാർവതീ പാതു പൃഷ്ഠതാ പാർവതീ പാർശ്വയോ പാതു ശിവാ സർവത്ര സാമ്പ്രതം വാരാഹി വിഷമേ മാർഗേ ദുർഗാ ദുർഗേഷു കർഹിചിൽ കാളികാ കലഹേ ഘോരേ പാതു ത്വാം പരമേശ്വരി മണ്ഡപേ തത്ര മാതംഗീ തഥാ സൗമ്യാ സ്വയംവരേ ഭവാനി ഭൂപമധ്യേ തു പാതു ത്വാം ഭവമോചിനി ഗിരിജാ
ഗിരിദുർഗേഷു ചാമുണ്ടാ ചത്വരേഷു ച കാമഗാ കാനനേഷ്വേവം രക്ഷതു ത്വാം സനാതനീ വിവാദേ വൈഷ്ണവീ ശക്തിരവതാത് ത്വാം രഘുദ്വഹ വൈഭൈരവീ ചരണേ സൗമ്യ ശത്രുണാം വൈ സമാഗമേ സർവദാ സർവദേശേഷു പാതു ത്വാം ഭുവനേശ്വരി മഹാമായ ജഗദ്ധാത്രി സച്ചിദാനന്ദരൂപിണീ. വ്യാസ ഉവാച ഇത്യുക്ത്വാ തം തദാ മാതാ വേപമാനാ ഭയാകുലാ ഉവാചാഹം ത്വയാ സാർദ്ധമാഗമിഷ്യാമി സർവധാ നിമിഷാർദ്ധം വിനാ ത്വാം വൈ നാഹം സ്ഥാതുമിഹോത്സഹേ സഹൈവ നയമാം വത്സ യത്ര തേ ഗമനേ മതി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം, അതിൽ 19-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം മുതൽ 41-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി പാടി ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുദർശനം പറഞ്ഞു, നടക്കേണ്ടതു നടക്കും, വിചാരം വേണ്ട. ജഗന്മാത നിർദ്ദേശത്താൽ സ്വയംവരത്തിനു പോകും. ജനനി നീ ദുഃഖിക്കേണ്ട, രാജപുത്രി നീ. ദേവിയുടെ അഖണ്ഡമാം ദേവിയുടെ അഖണ്ഡമാം പ്രസാദത്താൽ ഭയമില്ല എന്നും ചൊല്ലി തേരിലേറും സുദർശനനേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മ ആശീർവാദം ചൊല്ലി ജഗദംബ നിൻ മുൻവശം, പാർവതിയോ നിൻ പിൻവശം കാക്കട്ടെ സദാ. പാർവതി വശങ്ങളിലും ശിവയെല്ലായിടത്തിലും, വാരാഹി ദുർഘടമായ വഴികളിലും. ദുർഗാദേവി ദുർഗങ്ങളിൽ പരമേശ്വരിയാം കാളി, ഘോരമായ കലഹത്തിൽ നിന്നെ കാക്കട്ടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മണ്ഡപത്തിൽ മാതങ്കിയും രാജാക്കന്മാരുടെ മധ്യേ, ഭവമോചിനി ഭവാനി നിന്നെ കാക്കട്ടെ. ഗിരിദുർഗത്തിൽ ഗിരിജ, ചത്വരത്തിൽ ചാമുണ്ടിയും
കാനനത്തിൽ കാമകയാം സനാതനിയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിവാദത്തിൽ വൈഷ്ണവിയാം ശക്തി നിന്നെ രക്ഷിക്കട്ടെ. ശത്രുക്കൾ വരുന്ന നേരം ഭൈരവി താനും. മഹാമായ ജഗന്മാത സച്ചിദാനന്ദ രൂപിണി ഭുവനേശ്വരി എപ്പോഴും നിന്നെ കാക്കട്ടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഇങ്ങനെ ആശീർവദിച്ചു അത്യധികം ഭയപ്പെട്ടു. ഞാനും നിന്റെ കൂടെ വരുന്നുണ്ടെന്നു ചൊല്ലി. നിമിഷാർത്ഥം പോലും നിന്നെ പിരിയുവാൻ സാധ്യമല്ല. നീ പോകുന്നിടത്തേക്കമ്മ ഒപ്പം വന്നിടാം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. കാളി ശരണം. വാണി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 263 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ വിചാരം ചെയ്യുകയാണ്. അതിനു മുമ്പായി അമ്മയുടെ ആ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാം. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. അമ്മയുടെ കാരുണ്യം കൊണ്ട് ഇതാ മറ്റൊരു ദിവസം കൂടി നമ്മൾ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇവിടെ അമ്മയുടെ വാക്കുകൾ കേട്ട് സുദർശനൻ നൽകുന്ന മറുപടി, അതാണ് 31-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ നമ്മൾ പാരായണം ചെയ്തത്. സുദർശനം പറയുകയാണ്, അമ്മേ ഭവിതവ്യം ഭവത്യേവ നാത്രകാര്യം വിചാരണ. വലിയൊരു കാര്യമാണ് സുദർശനം പറയുന്നത്. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നാത്രകാര്യ വിചാരണ. അതുകൊണ്ട് ആ കാര്യം ചിന്തിക്കുകയേ വേണ്ട.
എന്താണോ സംഭവിക്കുക അത് സംഭവിക്കും. ആദേശാച്ച ജഗന്മാതുർഗച്ഛാമ്യദ്യ സ്വയംവരെ. ആ ജഗന്മാതാവായിരിക്കുന്ന ഭഗവതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ സ്വയംവരത്തിന് പോണത്. മാശോകം ഗുരു കല്യാണി ക്ഷത്രിയാസി വരാനനെ. അമ്മ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്? അമ്മ ക്ഷത്രിയ പുത്രിയല്ലേ? അപ്പോൾ ക്ഷാത്ര തേജസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാനേ പാടില്ല എന്ന്. ഭഗവതിയുടെ ന ബിഭേമി പ്രസാദേന ഭഗവത്യാ നിരന്തരം. ആ ഭഗവതിയുടെ പ്രസാദം നിരന്തരം അഖണ്ഡമായി ഒരു തടസ്സവുമില്ലാതെ ഉള്ളതുകൊണ്ട് ന ബിഭേമി, ഞാൻ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല അമ്മേ. ഇത് കേട്ടപ്പോ വേദവ്യാസൻ പറയുകയാണ്, ഇത്യുക്ത്വാ രഥമാരുഹ്യ ഗന്ധുകാമം സുദർശനം. ഇത് പറഞ്ഞ് ആ രഥത്തിലേക്ക് കയറാൻ പോകുന്ന സുദർശനനെ ദൃഷ്ടുവ കണ്ടിട്ട് മനോരമ, അമ്മയായ ആ മനോരമ വീരസേന പുത്രി പുത്രമാശീർഭിശ്ചാന്വമോദയൽ. മനോരമ തൻ്റെ മകനെ ആശീർവദിച്ചു, അനുമോദിച്ചു. അഗ്രതസ്തേംബികാ പാതു പാർവതി പാതു പൃഷ്ഠത. അനുഗ്രഹിച്ചിട്ട് എന്താ പറയണത്? നിന്റെ മുൻവശം സാക്ഷാൽ ആ ജഗദംബിക രക്ഷിക്കട്ടെ. അഗ്രതസ്തേംബികാ പാതു. പിന്നെയോ പാർവതി പാതു പൃഷ്ഠത, പാർവതീദേവി നിന്റെ പുറകു ഭാഗത്തെ രക്ഷിക്കട്ടെ. പാർവതി പാർശ്വയോ പാതു, അതേ പാർവതി തന്നെ പാർശ്വങ്ങൾ ഇരുഭാഗങ്ങളും രക്ഷിക്കട്ടെ. ശിവ സർവത്ര സാമ്പദം, മംഗളസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി എല്ലായിടത്തും എപ്പോഴും നിന്നെ കാത്തു രക്ഷിക്കട്ടെ. വാരാഹി വിഷമേ മാർഗേ, ദുർഘടമായിട്ടുള്ള വഴികളിൽ വാരാഹി ഭാവത്തിലിരിക്കുന്ന ദേവി നിന്നെ രക്ഷിക്കട്ടെ. ദുർഗ ദുർഗേഷു കർഹിച്ചിൽ, ദുർഗ ദുർഗങ്ങളിൽ നിന്ന്, ആ തടസ്സങ്ങളിൽ നിന്ന്, വലിയ ആ കിടങ്ങുകളിൽ നിന്നൊക്കെ നിന്നെ രക്ഷിക്കട്ടെ. കാളിക കലഹേ ഘോരേ പാതു ത്വാം പരമേശ്വരി. പരമേശ്വരിയായ കാളി, ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായിരിക്കുന്ന ഭദ്രം കലയതി ഇതി ഭദ്രകാളി, ലോകത്തിന് മംഗളത്തെ നൽകുന്ന ആ ദേവി കാളി നിന്നെ എല്ലാ കലഹങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. പിന്നെയോ മണ്ഡപേ തത്ര മാതങ്കി, സ്വയംവര മണ്ഡപത്തിൽ നീ എത്തുമ്പോൾ അവിടെ മാതങ്കി സൗമ്യയായ, തഥാ സൗമ്യ സ്വയംവരേ എന്നാണ്, സൗമ്യയായ മാതങ്കി നിന്നെ രക്ഷിക്കട്ടെ. ഭവാനി ഭൂപമധ്യേതു, രാജാക്കന്മാരുടെ ഇടയിൽ ഭവാനി പാതുത്വാം ഭവമോചിനി, ഈ സംസാര ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ഭവമോചിനിയായ ഭവാനി നിന്നെ രക്ഷിക്കട്ടെ. ഗിരിജ ഗിരിദുർഗേഷു, ഗിരിദുർഗങ്ങളിൽ ആ ഗിരിജയും ചാമുണ്ട ചത്വരേഷു ച, ചത്വരങ്ങളിൽ ചാമുണ്ടിയും കാമക കാനനേഷ്വേവം, കാട്ടില് വനങ്ങളിൽ വെച്ച് കാമകയായ രക്ഷതു ത്വാം സനാതനി, നിന്നെ ആ സനാതനിയായിരിക്കുന്ന അമ്മ രക്ഷിക്കട്ടെ. ആ ആശീർവാദം തുടരുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിവാദേ വൈഷ്ണവീ ശക്തിരവതാത്വാം രഘുദ്വഹ, ഹേ രഘുകുമാര, ആ രഘുവിൻ്റെ വംശത്തിൽ പിറന്നവനെ നീ വിവാദങ്ങളിൽ നിന്ന് വൈഷ്ണവീ ശക്തി നിന്നെ രക്ഷിക്കട്ടെ. ഭൈരവി ചരണേ സൗമ്യ ശത്രുണാം വൈ സമാഗമേ, ശത്രുക്കൾ വരുമ്പോ ഹേ സൗമ്യ നിന്റെ ചരണങ്ങളെ, നിന്റെ കാലുകളെ സാക്ഷാൽ ഭൈരവി രക്ഷിക്കട്ടെ. സർവദാ സർവദേശേഷു പാതുത്വാം ഭുവനേശ്വരി, മഹാമായയായ ജഗന്മാതാവായിരിക്കുന്ന മഹാമായ ജഗദ്ധാത്രി സച്ചിദാനന്ദ രൂപിണി, സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ഭുവനേശ്വരി എപ്പോഴും എല്ലാ ദിക്കിലും സർവദാ സർവദേശേഷു പാതുത്വാം, നിന്നെ പാലിക്കട്ടെ, നിന്നെ രക്ഷിക്കട്ടെ. വ്യാസൻ തുടർന്ന് പറയുന്നു, ഇത്യുക്ത്വാ തം തദാ മാതാ, ഇത് കേട്ടിട്ട് ഇത്യുക്ത്വാ തം തദാ മാതാ, ഇങ്ങനെ ഓരോ സമയത്തും ഓരോരുത്തരും രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥന നാരായണ കവചത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഹരിർവിദഗ്ധ്യാൻ മമ സർവരക്ഷാന്യസ്താംഘ്രിപത്മ പദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാശാൻ ദധാനോഷ്ട ഗുണോഷ്ടബാഹു ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി.
ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഭഗവാന്റെ അവതാരങ്ങൾ രക്ഷിക്കട്ടെ എന്ന പോലെ ആ ശശികല തൻ്റെ മകനെ, ജഗജ്ജനനിയായ അംബിക, ആ ഭഗവതി പല പല രൂപങ്ങളിൽ തൻ്റെ മകനെ രക്ഷിക്കട്ടെ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ആ ഭഗവതിയോട് അർത്ഥിക്കുകയും അതോടൊപ്പം തൻ്റെ മകനെ ആശീർവദിക്കുകയും ചെയ്തു. വ്യാസൻ പറയാണ്, ഇങ്ങനെ പറഞ്ഞ് അവനെ ആശീർവദിച്ച ഇത്യുക്ത്വാ തം തദാമാത വേപമാന ഭയാകുല. അപ്പോഴേക്കും പേടിയായി, ഭയപ്പെട്ടു, വിറച്ചുപോയി. ഉവാചാഹം ത്വയാ സാർത്ഥമാഗമിഷ്യാമി സർവധാ. പിന്നെന്താ പറഞ്ഞത്? ഞാനും നിന്റെ കൂടെ വരികയാണ്. ഈ നിലയ്ക്കൊക്കെ തൻ്റെ മകനെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. അപ്പോൾ മകൻ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ പേടിയുണ്ട്, തനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിയാനുള്ളതിൻ്റെ പേടിയുണ്ടാവും ഇല്ലേ? രണ്ട് നിലയ്ക്കും. അതുകൊണ്ടാണ് വല്ലാതെ വിറച്ചുപോയി, പേടിച്ചു. സുദർശനോട് പറഞ്ഞു, ആഗമിഷ്യാമി, ഞാനും ത്വയാസാർത്ഥം ആഗമിഷ്യാമി, നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട് സ്വയംവരത്തിന് എന്ന് പറയുന്നു. നിമിഷാർത്ഥം വിനാ ത്വാം വൈ നാഹം സ്ഥാതുമിഹോത്സഹേ. അവിടുത്തെ ആ അമ്മയുടെ മനസ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. നിന്നെ പിരിഞ്ഞ് എനിക്ക് ഒരു നിമിഷാർത്ഥം പോലും ഇരിക്കാൻ സാധിക്കില്ല, ഇവിടെ കഴിയാൻ സാധിക്കില്ല. സഹൈവ നയമാം വത്സ എത്രത്തെ ഗമനേ മതി. നീ തൻ്റെ മകനെ വിളിക്കുകയാണ്, വത്സ നീ എങ്ങടാണോ പോകുന്നത്, നീ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ. നിന്റെ ബുദ്ധി അനുസരിച്ച്, നിന്റെ താല്പര്യമനുസരിച്ച് നീ എവിടേക്ക് വേണമെങ്കിലും പൊക്കോളൂ. നിന്നെ ആ ഭഗവതി രക്ഷിക്കട്ടെ. പക്ഷേ നിന്നെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ഈ അമ്മയെ നീ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ അവിടേക്കൊക്കെ കൊണ്ടുപോകണേ. അമ്മയെ ഇവിടെ നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് സ്വയംവരത്തിന് പോകരുത്, അമ്മയെ കൂടി സ്വയംവരത്തിന് കൊണ്ടുപോകണേ എന്ന് ആ ദേവി, വീരസേന പുത്രിയായിരിക്കുന്ന മനോരമ പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.